رب زدنا علما وحلما وأدبا كاملا رب تمم بالخير والسعادة وبك نستعين الحمد لله അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിന്റെ ഏകദേശം 1/3 ഭാഗം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും മഖബൂലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, റമദാനിന്റെ ശ്രേഷ്ഠത പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിന്റെ അമലിന്റെ പ്രതിഫലത്തെക്കാളും എത്രയോ ഇരട്ടി, എത്രയോ സലഫുകളിൽ നിന്ന് അസറുകൾ വന്നത് കാണാം. നോമ്പല്ലാത്ത കാലഘട്ടത്തിൽ ഒരു തസ്ബീഹ് ചെല്ലുക, നോമ്പല്ലാത്ത കാലഘട്ടത്തിൽ 1000 തസ്ബീഹ് ചെല്ലുന്ന അതേ പ്രതിഫലമാണ് നോമ്പിന്റെ ദിനത്തിൽ ഒരു പ്രതിഫലം നൽകിയ. അത്രക്കും പുണ്യമുണ്ട് ഓരോ ഇബാദത്തിനും. അപ്പൊ അതിന്റെ പുണ്യം തന്നെ മനസ്സിലാക്കി ഇനിയുള്ള ദിനങ്ങളും പരമാവധി ലാഭം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് നമ്മൾ പരസ്പരം ഉണർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ വന്നാൽ റമദാനിനെ കുറിച്ച് സഹാബാക്കൾ എങ്ങനെ തശ്ജീഅ് ചെയ്യും, എന്താ അവർക്ക് ഇങ്ങനെ പ്രോത്സാഹനം നൽകും. എന്താ പറയാ, നിങ്ങൾക്ക് റമദാനുൽ മുബാറക്, അനുഗ്രഹമുള്ള ഒരുപാട് ഖൈറുള്ള റമദാൻ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്നറിയോ? സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടതാണ്, നരകത്തിന്റെ കവാടം അടക്കപ്പെട്ടതാണ്, ശൈത്താന്മാരൊക്കെ ബന്ധനസ്ഥിലാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞാൽ തശ്ജീഅ് നൽകും, പ്രോത്സാഹനമാവും. എന്നതുപോലെ നമ്മൾ പരസ്പരം ഇങ്ങനെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കണം. ആരെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ റമദാനിലും നോമ്പെടുത്ത് ഭൂരിഭാഗം സമയം ദുനിയാവിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അവൻ ഉണർത്താൻ നമുക്ക് സാധിക്കണം. സഹോദരൻ, റമദാനാണ് ഒരുപാട് പുണ്യം കിട്ടുന്ന സമയമാണ്. ഒരുപാട് ഖൈർ, ഒരുപാട് ലാഭം നമുക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു സമയമാണ് എന്ന് നമ്മൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഖൈറിന്റെ മാർഗത്തിലേക്ക്, ഇതാണല്ലോ നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്ത് കൊണ്ടും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനാണ്. നിസ്കാരം അതൊരു ആസ്വാദനാണ്. നോമ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആസ്വാദനാണ്. ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമായിരിക്കും. എന്നാ അപ്പൊ നിങ്ങൾക്ക് നോമ്പായില്ലേ, അതിന് ഉള്ളിൽ ഈമാന്റെ കുറവുള്ള ആളുകൾക്ക് ആ ചിന്ത ഉണ്ടാവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ സലഫുകൾ എന്നൊക്കെ പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ, അതായത് റമദാനിലുള്ള ആ ശ്രേഷ്ഠത എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, റമദാനിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഉമ്മത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ വർഷം മുഴുവനും റമദാൻ ആയാൽ മതിയായിരുന്നു എന്ന് എന്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റണം. വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? പറ്റണം. അതുകൊണ്ട് ഖൈർ, അത്രക്കും ഖൈറുണ്ടത്. ഖൈറിലേക്ക് നമ്മൾ എന്ത് വിഷയം വന്നാലും ഖൈറിന്റെ വിഷയത്തിൽ ധൃതി കാണിക്കുന്ന ആളുകളാവണം നമ്മൾ. ഖുർആൻ വസാരിഉ എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. സ്വർഗത്തിന്റെ കാര്യത്തിലേക്ക് ധൃതി കാണിക്കണം. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് ധൃതിപ്പെട്ടു വരാനോ അതിന് ഉത്സാഹം കാണിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇങ്ങനെയാണെങ്കിലും ഇത് വലിയൊരു ഖൈറാണ്, നമുക്ക് അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ്. ഇവിടെ പല സദസ്സുകളും നിങ്ങൾക്ക് ഖുർആന്റെ പഠനം ഏറ്റവും വലിയ വിജ്ഞാനം അതാണ്, അത് നിർബന്ധമാണ്. ഖുർആൻ പഠനങ്ങളും മറ്റു വിജ്ഞാനങ്ങളും എല്ലാം പലതും ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയും. അതിലൊക്കെ സഹകരിക്കാനും ഇതൊക്കെ എന്റെ സ്വർഗത്തിലേക്ക് ഉപകാരമാകുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയ സഹാബാക്കളുടെ ഒക്കെ ചരിത്രം. നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ബദർ, റമദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. റമദാൻ 17 വെള്ളിയാഴ്ച നടന്ന അൽ ഗസ്വത്തുൽ കുബ്ര, ലോകത്ത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബദർ യുദ്ധം. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്രമാണ് ബദർ യുദ്ധം. അള്ളാഹുവിന്റെ സഹായം തൗഹീദിന്റെ ആളുകൾക്ക് കിട്ടിയ, തൗഹീദിന്റെ ആളുകൾക്ക് മാത്രം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ശിർക്കിന്റെ ആൾ അബൂജഹൽ പോലും അള്ളാഹിനോട് ദുആ ചെയ്തല്ലോ. അബൂജഹൽ അള്ളാഹിനോട് ദുആ ചെയ്തെന്താ? അള്ളാഹുവേ, ഈ മുഹമ്മദ് അഖ്തഉനാ ലിർറഹിം, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവനാണ്, ഞങ്ങൾക്കറിയാത്തതുമായി
അറിയാത്ത കാര്യവുമായി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അല്ലാഹു അവനെ നശിപ്പിക്കണേ എന്ന് ബദർ യുദ്ധത്തിലെ ആരും പ്രാർത്ഥിച്ച്? അബൂജഹൽ. ആരെ കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പക്ഷെ അള്ളാഹ് സ്വീകരിച്ചോ? ഇല്ല. അള്ളാഹ് ഹക്കിന്റെ ആളുകളെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആ ബദർ ദിനത്തിൽ മഹാനായ സഹാബി ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരിയ സഹാബിയാണ്. ആ സഹാബിന്റെ ഒരു സംഭവം ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അവർ ആദ്യം യുദ്ധം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ആദ്യം അബൂ സുഫിയാനും കൂട്ടരും ഷാമിന്ന് കച്ചവട സാധനവുമായിട്ട് വരുമ്പോ അത് പിടിച്ചെടുക്കണം. കാരണം അവൻ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് എന്താ സംഭവിച്ചത്? തൗഹീദ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പീഡനം മക്കയിൽ നിന്ന് സഹിച്ചു. അങ്ങനെ മക്കയിൽ അവസാനം എന്ത് ചെയ്യാണ്? മക്കയിൽ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് പോവാണ്. അവരുടെ സ്വത്തുക്കളൊക്കെ അവർ കൊള്ളടിക്കാൻ. അങ്ങനെ മദീനയിൽ നിൽക്കുമ്പോഴാണ് ഈ വരവറിയുന്നത്. ഈ വരവറിയുമ്പോ ഇവൻ ഈ കച്ചവട സാധനങ്ങളുമായി ഇനി മക്കയിലെത്തിയ അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും വീണ്ടും മുസ്ലിങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ അവനെ വൈവന്ന് പിടിക്കണം ലക്ഷ്യം. പക്ഷെ അവര് വന്നപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ പിടിക്കുന്നുണ്ട്, ഇവരെ തടയാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ മക്കയിലേക്ക് സഹായത്തിന് വേണ്ടി ആളെ വിട്ടു. അങ്ങനെ അബൂജഹലും കൂട്ടരും ചെയ്യാണ്, മുഹമ്മദിന് പാഠം പഠിപ്പിക്കണം, ബദറിൽ പോകണം എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി ഇറങ്ങി പുറപ്പെടാൻ. പക്ഷെ ആ വരവ് മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നാണ് അറിയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അതിലൊക്കെ ഗുണപാടുണ്ട്. ഒറ്റക്കല്ലൊരു കാര്യം തീരുമാനമെടുക്കേണ്ടത്, എപ്പോഴും കൂട്ടമായിട്ട്. അതിലും ഖൈറുണ്ട്. അപ്പൊ ഈ അബൂജഹലും കൂട്ടരാണ് വരുന്നത്. അബൂ സുഫിയാൻ പോയി. അപ്പൊ അബൂജഹലും കൂട്ടരുത്തും വലിയ യുദ്ധസന്നാഹങ്ങളുണ്ട്. 100ഓളം ഒട്ടകങ്ങളും 700ഓളം കുതിരകളും ആയിട്ടാ വരുന്നത്. ഇത് വരുമ്പോ അവരെ നേരിടാനും പല കയ്യിലൊന്നുമില്ല. അപ്പൊ പല സഹാബാക്കളും യുദ്ധത്തിന് താല്പര്യമില്ലായിരുന്നു. കാരണം എന്താ? ഒന്നുമല്ല, അവര് ആഗ്രഹിച്ചത് എന്താ? അബൂ സുഫിയാന്റെ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാന്നായിരുന്നു. അല്ലാണ്ട് ഇങ്ങനത്തെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അപ്പൊ അവരുടെ കയ്യിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിധി വേറെയായിരുന്നു. കാരണം എന്താ? തൗഹീദിന് അതിനേക്കാൾ വലിയാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞ അവര് ഈ രണ്ടെണ്ണത്തിൽ അബൂ സുഫിയാന്റെ സംഘത്തെ പിടിക്കാന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അള്ളാഹ് വിധിച്ചത് മറ്റൊന്നാ. അതെന്താ? ഖുറൈശികളെ വലിയ നേതാക്കന്മാരെ തന്നെ ഇല്ലാതാക്കാൻ പറ്റി. അബൂജഹലും വലിയ നേതാക്കന്മാരെ, 70ഓളം വലിയ നേതാക്കന്മാരെ വധിച്ചു കളയാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുഹാജിറുകളോട് കൂടിയാലോചിക്കുകയാണ്. ആലോചിച്ചപ്പോ മുഹാജിറുകളിൽപ്പെട്ട സഹാബി, നബിയെ, താങ്കൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോളി, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ നബിക്ക് പ്രോത്സാഹനം നൽകി. അങ്ങനെ അൻസാറുകളുടെ മറുപടി കിട്ടണം. അങ്ങനെ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നും സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് നിറവേറ്റിക്കോളി, നിങ്ങളെ ബേക്കിൽ ഞങ്ങൾ ഉണ്ടാവും. ഈ കടലങ്ങോട്ട് മുറിച്ചു കടക്കാൻ വേണ്ടി താങ്കൾ ഞങ്ങളോട് കൽപ്പിച്ചാലും, അങ്ങനെ താങ്കൾ അതിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും കൂടെ ഊളിയിടും. അപ്പൊ നബിക്ക് സന്തോഷമായി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുക, അങ്ങനെ റബ്ബ് സഹായിക്കാം. ഇങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടം കടന്നു പോകുമ്പോഴാണ് ഈ സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിലേക്കുള്ള അങ്ങനെ ധീരത കൊടുക്കുക. അപ്പൊ ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുമൂ ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞപ്പോ ഇത് കേട്ട സഹാബിയായ ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരിയ സഹാബിയാണ്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജന്നത്തുൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം എന്നിങ്ങനെ അവരിങ്ങനെ ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ആകാശഭൂമിയോളമാണ് വിശാലമായതാണ് സ്വർഗം. അപ്പോ ഈ സഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു സൗണ്ട് ഉണ്ടാക്കി. കാര്യത്തിന്റെ ഗൗരവം സൂചിപ്പിച്ച് നമ്മളിപ്പോ പറയല്ലോ, അവരൊക്കെ പറയല്ലോ എന്നതുപോലെ അറബികൾ ഒരു ശബ്ദമാണ്, ബഹ് ബഹ്, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഹ് ബഹ്, എന്താണ് ഇപ്പൊ ഈ ബഹ് ബഹ് എന്ന് പറയാനുള്ള കാരണം? എന്താണ് അതിനെനിക്ക് പ്രോത്സാഹനമായത്? അപ്പൊ സഹാബി പറഞ്ഞു, ലാ, ഒന്നുമില്ല നബിയെ, വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജഅത അൻ നകൂന മിൻ അഹ്ലിഹാ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വർഗ്ഗത്തിന്റെ ആളുകളിൽ ആവണമെന്ന് എനിക്കൊരു പൂതിയുണ്ട്, ആഗ്രഹം കൊണ്ട്, അതുകൊണ്ട് ഞാൻ ശബ്ദം ഉണ്ടാക്കി പോയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, തീർച്ചയായും ഞാൻ സ്വർഗ്ഗത്തിന്റെ ആളുകളിൽ പെട്ടവനാണ്.
തീർച്ചയായും നീ ആ സ്വർഗത്തിന്റെ ആളുകളിൽ പെട്ടവനാണ്. അതിന് ഗ്യാരണ്ടി കിട്ടി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ ഒരു ഹൈറ് കേൾക്കുമ്പോഴേ, നമ്മളൊക്കെ എത്രത്തോളം ഹൈറിലേക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ, അതെന്ത് വിജ്ഞാന സദസ്സായിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളൊക്കെ എത്ര ധൃതിപ്പെടാറുണ്ട്. അതല്ല വേക്കോട്ട് മടി കാണിച്ച് പിന്നോട്ടടിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. സ്വർഗം ഉണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യില് ഈത്തപ്പന വെച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് എടുത്തിട്ട് അതിൽ ഒന്നും എടുത്തു തിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഇൻ അന ഹയീതു ഹത്താ ആകുല തമറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല. ഈ കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ, ഇതും കൂടി കഴിക്കാൻ എനിക്ക് ഈ സമയം കിട്ടുകയാണെങ്കിൽ, ആയുസ് കിട്ടുകയാണെങ്കിൽ അതൊരു സുദീർഘമായ കിട്ടല് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് കാരക്കന്റെ പാത്രം അവിടെ ഇട്ടിട്ട് യുദ്ധക്കളത്തിലേക്ക്, ബദർ യുദ്ധത്തിലേക്ക് ഓടി ചെല്ലാണ്. അങ്ങനെ അവിടെ യുദ്ധം ചെയ്ത് ഷഹീദാവുക. ബദറിൽ 14 സഹാബാക്കൾ ഷഹീദായപ്പോ അതിന് ഷഹീദായ അൻസാരിയായ സഹാബിയാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു. സ്വർഗം ഉണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ടും നോക്കിങ്ങള്, സ്വർഗത്തിലേക്കുള്ള ഒരു കാര്യം എന്ന് കേട്ടപ്പോ ഒന്നുമില്ല. ജീവൻ പോവാൻ, നമ്മക്കൊക്കെ നമ്മുടെ ജീവൻ പോവാന്ന് പറയുമ്പോ വല്ലാത്ത പേടിയല്ലേ നമുക്കൊക്കെ. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചു, നമുക്ക് ഒരു ജിഹാദ് ചെയ്യേണ്ട അവസ്ഥ വന്നാ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? ഒളിച്ചു കളിക്കോ അതോ ധീരമായി നമ്മൾ പോരാടുമോ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച്? അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ ബദർ യുദ്ധം ശരിക്കും നമ്മൾ ചിന്തിക്കണം. ബദർ യുദ്ധം തന്നെ ആവശ്യമുണ്ടോ ശരിക്കും? അള്ളാഹ് കോലം കണ്ട് നശിപ്പിച്ചാൽ മതി. അത് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു മലക്കുകൾ ഇറക്കി? 1000 മലക്കുകൾ ഇറക്കി. 500 എണ്ണത്തിന്റെ നേതൃത്വം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനും 500 എണ്ണത്തിന്റെ നേതൃത്വം മീകായിൽ അലൈഹി ഇസ്ലാമിനും. അങ്ങനെ 1000 മലക്കുകൾ ഇറക്കി അള്ളാഹ് സഹായിച്ചില്ലേ? എന്തിനാ? സഹാബാക്കളെ യുദ്ധം ചെയ്യണം. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞതാ. അങ്ങനെ സഹാബാക്കളെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ജിഹാദിലേക്ക് അവർ ഇറങ്ങണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കുറച്ചൊക്കെ കഷ്ടപ്പെടണം. അതുകൊണ്ടാണല്ലോ ജിഹാദ് ചെയ്ത ഒരാൾ മരിച്ച അവന്റെ വൻപാപം പോലും പൊറുക്കപ്പെടുന്ന. സാധാ നമ്മൾ വുദു എടുത്ത് നടന്നാൽ പാപം പൊറുക്കുന്നു കേട്ടിട്ടുണ്ടാവും. ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെ, റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ പാപങ്ങൾ പൊറുക്കുന്ന ഏതാ? ചെറുപാപങ്ങളാണ്. അതന്നെ വൻപാപങ്ങൾ വിട്ടുന്നാല. പക്ഷേ ഒരാൾ ജിഹാദ് ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് പോരാടി മരിച്ച അവന്റെ വൻപാപങ്ങൾ അടക്കം അല്ലാഹു പുറത്തെടുക്കും. ഏറ്റവും ഹൈറാണ്. പക്ഷെ ഇല്ല ദൈൻ, ഹദീസ് കാണാൻ ദൈനൊഴികെ. ഇത് വലിയ ഗുരുതര കാര്യമാണ്. മനുഷ്യരുമായിട്ട് ഇടപാടുണ്ടെങ്കിൽ അത് ദുനിയാവ് തീർക്കണം. അള്ളാഹുമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റി വൻപാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പുറത്തുവരുന്ന. മനുഷ്യരായിട്ട് ഇപ്പൊ കടോ അല്ല മറ്റുള്ളവന്റെ സമ്പത്ത് 1 രൂപയായാലും അനർഹമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ അവന് പോയി കൊണ്ടു കൊടുക്കണം. ഇനി അവനെ കാണുന്നില്ലെങ്കിൽ അവന്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിപ്പിക്കണം. ഒരു നല്ല ആളാണെങ്കിൽ അവനെ സ്വീകരിക്കും. ഇനി ഫിത്ന കൂടുമെന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? അതിന്റെ മാർഗം എന്താ? അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാം. അത് അങ്ങനെ തന്നെ ചെയ്യണം. മനുഷ്യനായിട്ടുള്ള ഇടപാടത് തീർക്കണം. അതല്ലാത്ത വൻപാപങ്ങളൊക്കെ ജിഹാദ് ചെയ്ത് മരിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറയാൻ കാരണം, അമലും ഇങ്ങനത്തെ ഇൽമിയായ കാര്യങ്ങൾക്ക്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്ക്, അതിനെക്കുറിച്ച് കേൾക്കുമ്പോ എപ്പോഴും നമുക്ക് എന്തുണ്ടാവണം? അങ്ങേയറ്റത്തെ ഉത്സാഹം ഉണ്ടാവണം. അങ്ങേയറ്റത്തെ ഉത്സാഹം ഉണ്ടാവണം. ഒരു മടി അതുണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പള്ളി കിട്ടിയത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മള് വിശുദ്ധ ഖുർആന്റെ മാസമാണല്ലോ. വലിയൊരു ഇബാദത്താണ് ഖുർആൻ ഓതുക. ഖുർആൻ ഓതി തീർക്കുക. ഓരോരുത്തരും ഇപ്പൊ റമദാന്റെ 1/3 കഴിഞ്ഞു. ഞാൻ എവിടെ എത്തി ഓതിയിട്ട് ആലോചിക്കണം. സലഫുകളൊക്കെ 10, 60, 30 ഒരു ദിവസം തന്നെ, ഒരു രാത്രി തന്നെ 3 വട്ടമൊക്കെ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ഖുർആൻ മുഴുവൻ ഓതി തീർത്താൽ തൊട്ടുടനെ ഖത്മുൽ ഖുർആനിൽ ഉത്തരം നൽകപ്പെടുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖുർആൻ മുഴുവൻ ഓതി തീർത്താൽ തൊട്ടുടനെ ഉള്ള സുന്നത്ത് എന്താണ്? അനസ് റളിയല്ലാഹു സഹാബിന്റെ മാതൃക ഉണ്ട്. എന്താ? കുടുംബത്തൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്, പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് അതിന്ന് ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മളെ ഖുർആന്റെ വേക്കിലൊക്കെ കുറെ ദുആ കാണാം. ഖത്മുൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബാക്കളിൽ നിന്നൊന്നും അങ്ങനെ കൃത്യമായി ഇന്ന ദുആ എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതല്ലാത്ത നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്ത് ദുആ ചെയ്യാം. അതിന്റെ കാരണം എന്താ പറഞ്ഞത്? കാരണം എന്താ? ആ സമയം ഒരുപാട് സലഫുകളിൽ നിന്ന് അസറുകൾ വന്നിട്ടുണ്ട്. സഹാബികൾ ദീൻ പഠിച്ച
എന്താ ഉത്തരം നൽകപ്പെടുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയും വിശദീകരിച്ചത് കാണാം. അതായത് അത് റമദാനിലായിക്കോട്ടെ അല്ലാത്ത സമയത്തായിക്കോട്ടെ ഖുർആൻ മുഴുവൻ നമ്മൾ ഓതി തീർത്താൽ ഉടനെ നമ്മൾ ദുആ ചെയ്താൽ ഈ കുടുംബക്കാരെല്ലാം ഒറ്റക്കും ചെയ്യാം, ആ സമയം ഉത്തരം നൽകപ്പെടുമെന്നാണ്. കാരണം ഒരുപാട് അസറുകൾ സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ളത് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല മലക്കുകളുടെ സ്വലാത്തും ഉണ്ടാവും. കേട്ടിട്ടില്ലേ? മലക്കുകളുടെ സ്വലാത്തും ഉണ്ടാവും. അതെങ്ങനെ? അതും സലഫുകളിൽ നിന്ന് ഒരുപാട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ പകലിൽ ഏത് സമയത്താണോ തീർന്നത് ആ പകലിന്റെ അത് മുതൽ പകലിന്റെ സമയം അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ മേൽ മലക്കുകളുടെ സ്വലാത്ത് ഉണ്ടാവും. നിങ്ങളെ കുറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക, അഥവാ അള്ളാഹു നിങ്ങളെ കുറിച്ച് പുകഴ്ത്താൻ. മലഉൽ അലയിൽ വെച്ചിട്ട് നമ്മളെ കുറിച്ച് പുകഴ്ത്തണേ വലിയ ഖൈറല്ലേ? റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകളാകുവാൻ. ഇനി രാത്രിയിലാ തീർത്തതെങ്കിൽ ബാക്കി രാത്രി അവസാനിക്കുന്നത് വരെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, പകലിൽ നിങ്ങൾ ഖുർആൻ ഓതി തീരാനായാൽ എപ്പോഴാണ് തീർക്കേണ്ടത്? സ്റ്റാർട്ടിങ്ങിൽ അഥവാ സുബ്ഹിന്റെ സ്റ്റാർട്ടിങ്, ബാങ്കിന്റെ സമയം, ആ സ്റ്റാർട്ടിങ്ങിൽ അതായത് സുബ്ഹി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സൂറത്തോ 2 സൂറത്തോ ബാക്കി വെച്ച് തീർക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരുപാട് സമയം അസർ സൂര്യാസ്തമയം വരെ മലക്കുകളുടെ സ്വലാത്ത് കിട്ടിക്കൊണ്ടിരിക്കും. രാത്രിയാണ് തീർക്കുന്നതെങ്കിൽ സൂര്യാസ്തമയത്തോട് കൂടി തീർക്കാൻ ശ്രമിക്കുക. അപ്പോ രാത്രി കഴിയുന്നത് വരെ ഖൈർ കിട്ടും. ഏതായാലും ഇങ്ങനൊക്കെ ഖൈറുള്ള സംഭവമാണ്. ഏതായാലും ഈ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനുമായിട്ട് പൊതുവെ ആളുകളുടെ ബന്ധം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനുമായി അകലും തോറും ആളുകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഖുർആനുമായി പഠനമില്ല, ഖുർആനിലെ റബ്ബനോട് എന്താ പറയുന്നത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഹറാമിനൊരു വിലയും കൽപ്പിക്കൂല. നിങ്ങൾ ഇന്ന് എന്തെല്ലാം ഹറാമുകളാണ്, കല്യാണങ്ങളായാലും കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ മുസ്ലിങ്ങൾ കുറച്ചു കാലം മുമ്പല്ലാത്തതൊക്കെ ഈ ഫോട്ടോഗ്രാഫിയും എന്തെല്ലാം ആൽബവും എടുക്കലും ചിത്രീകരണവും പരസ്യമായ ചുംബനങ്ങളും സുബ്ഹാനല്ലാഹ് മ്യൂസിക്കും എന്തെല്ലാം കടന്നുകൂടി. ഇതൊക്കെ ഒന്ന് പറഞ്ഞ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ കാലഘട്ടമായി. ഹറാമൊന്നും പറഞ്ഞാൽ ഒരു പേടില്ല, ഒരു ഉൾക്കൊള്ളാനില്ല. എന്തുകൊണ്ടാ? ഖുർആനായിട്ട് ബന്ധമല്ല. നിങ്ങൾ സലഫുകളൊക്കെ ഖുർആൻ ഓതുമ്പോ അവരുടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനങ്ങൾ. ആളൊന്നാമത് അറബി പഠിക്കുന്നില്ല, ഖുർആന്റെ ഭാഷയായ ഖുർആന് അള്ളാഹു ഇറക്കിയത് തദബ്ബുറിന് വേണ്ടിയാ, ചിന്തിക്കാൻ വേണ്ടിയാ. റബ്ബ് എന്താണ് ഖുർആനിൽ പറയുന്നത് നമുക്ക് മനസ്സിലായ ഈമാൻ കൂടി. ഈമാൻ വർദ്ധിക്കാനുള്ള മെയിൻ കാരണം എന്താ? ഖുർആൻ ചിന്തിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാഹ് മിർഖാത്തിന്റെ ശറഹിൽ ഇമാം നവവി റഹ്മഹുള്ളയുടെ കൗലായിട്ട് എടുത്തു കൊടുക്കുന്നത് കാണാം. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയാ, ഒരുപാട് സലഫുകൾ ഖുർആൻ ഓതിയിട്ട് ബോധം കെട്ട് വീണിട്ടുണ്ട്. അതെന്താ ബോധം കെട്ട് വീണത്? വിശന്നിട്ടാണോ? നരകത്തെ കുറിച്ചും അതൊക്കെ അങ്ങനെ കേട്ടിട്ട് അവർ ബോധം കെട്ട് പോവാ. എന്ന് മാത്രമല്ല, ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഒരുപാട് സലഫുകൾ മരിച്ചു പോയിട്ടുണ്ട്. എന്താ? ഖുർആൻ പാരായണം ചെയ്ത് ചിന്തിച്ചിട്ട് നരകത്തെ കുറിച്ചും അതിന്റെ ആ ഭയാനകത അവർ ഓർത്തിട്ട് അങ്ങനെ ഒരാളെ സലഫുകൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ്. നമ്മളൊക്കെ എത്രയും കാലം നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ സ്ഥിതി എന്താ? 10, 30, 40 വയസ്സായി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാനും പിന്നങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട് നരകത്തെ കുറിച്ച് പറയുന്ന, പരലോകത്തെ കുറിച്ച്, ഖബറിന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്, നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത ശിക്ഷകളെ കുറിച്ചൊക്കെ പറയുമ്പോ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഖുശൂഅോടുകൂടി കണ്ണുനീർ ഒഴുക്കാനുള്ള മുസ്തഹബായ കാര്യമാണെന്ന് പണ്ട് ഇമാം ബഗവിയൊക്കെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അതിന്റെ ഇമാമാണോ, അതിന് ഇൽമുവാണോ, അതെന്താ നമുക്ക് മനസ്സിലാവണം. നിങ്ങൾ നോക്കി, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചേ, പക്ഷെ അവർക്ക് അറബി അറിയായിരുന്നു. ആ മുശ്രിക്കിയായ കാഫറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ആളുകൾ പോലും ഒരു തവണ ഖുർആൻ ഇങ്ങനെ കേൾക്കാൻ ഇടയായപ്പോ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവിടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആ ഖുർആന്റെ ആ സ്വാധീനം എത്രത്തോളമാണ്, എത്രത്തോളം കാര്യങ്ങൾ സ്വാധീനം ചെലുത്തിയത് ഖുർആനിൽ തന്നെ, വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്.
അഹ്ലു കിതാബിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശാഹിദീൻ. എന്താ അല്ലാഹു പറയുന്നത് അറിയുങ്ങളെ? റസൂലിലേക്ക് ഇറങ്ങിയ ഖുർആൻ എങ്ങാനും അവർ കേൾക്കുമ്പോ തറാ അഅയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, ആ ഖുർആനിലുള്ള ഹഖ് മനസ്സിലാക്കിയിട്ട് കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നിനക്ക് അവരെ കാണാൻ സാധിക്കുമെന്നാണ്. ആരെ കുറിച്ചാ പറയുന്നത് അറിയുങ്ങള്? അഹ്ലു കിതാബുകാരെ കുറിച്ച്. ഇതാരെ ഇതിന്റെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അന്നുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായിട്ട് വരുമ്പോ 3 കൂട്ടരാണ് അന്നുണ്ടായിരുന്നത്. ഒന്ന് മുശ്രിക്കീങ്ങൾ, ഖുറൈശിലെ മുശ്രിക്കീങ്ങൾ, പിന്നെ നസാറാക്കൾ, അഹ്ലു കിതാബ് നസാറാക്കളും ജൂതന്മാരും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൂട്ടരോടും ഏറ്റവും ശത്രുത വെച്ച് പുലർത്തിയിരുന്ന മുശ്രിക്കീങ്ങളും ജൂതന്മാരുമായിരുന്നു. പിന്നെയും അതിൽ അയവുണ്ടായിരുന്ന മുസ്ലിമിനോട് കുറച്ചെങ്ങാനും ഒരു ഇഷ്ടമുണ്ടായിരുന്നത് ആർക്കാ? നസാറാക്കൾക്കാ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഹിർക്കലിനും അബ്സീനയിലെ നജ്ജാശിയൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചത്, അവർക്ക് ഖുർആൻ ഓതിയപ്പോൾ അവർക്കുണ്ടായ സ്വാധീനം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞ വൈദാ സമയവും മാ ഉൻസില ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത് ഖുർആൻ കേട്ട കണ്ണിന് അതിലെ ഹക്ക് മനസ്സിലാക്കിയിട്ട് കണ്ണീര് ഇങ്ങനെ ഒഴുകുമായിരുന്നു എന്ന് പറഞ്ഞത് ഇതാരെ കുറിച്ചാണ്? തഫ്സീറിൽ 2 നിലക്ക് കാണാൻ പറ്റും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ നസലത്ത് ഹാദിഹിൽ ആയാതു ഫിൻ നജ്ജാശി വഅസ്ഹാബിഹി, ഈ ആയത്തിറങ്ങിയത് നജ്ജാശിയുടെയും ആ നജ്ജാശി രാജാവിന്റെ ആളുകളുടെയും വിഷയത്തിലാണ്. الذين حين تلا عليهم جعفر بن ابي طالب بالحبشه القران, ഹബസീനയിൽ വെച്ച് ജാഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇവർക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ, നജ്ജാശി രാജാവിനും നസാറാക്കൾ അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. അപ്പോ അത് മറ്റു ചില റിവായത്തിൽ കാണാതെ സൂറത്തു മറിയമായിരുന്നു എന്നാണ്. കാരണം മറിയമിലെ മറിയം ബീവിയെ കുറിച്ച് ഹക്ക് പറയുന്നുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോ ബക്കൗ, നജ്ജാശിയും കൂട്ടരും ബക്കൗ ഹത്താ അഖ്ബലു ലിഹാഹും, അവരുടെ താടികളൊക്കെ നനയ്ക്കുന്ന രീതിയിൽ അങ്ങനെ അവർ കരയാൻ തുടങ്ങി. നോക്കണം, ധാരാ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഖുർആൻ കേൾക്കുമ്പോൾ അവർക്കുണ്ടായ മനസ്സിന്റെ സ്വാധീന കരയാൻ. ഈ കൗലിനെ കുറിച്ച് ഒരു നസർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്നാലും നോക്കണം, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മറ്റു റിവായത്തിലെ സഈദ് ഇബ്നു ജുബൈർ വസ്സുദ്ദി വഗൈറുഹുമാ ഇവരൊക്കെ പറഞ്ഞത് കാണാൻ നസലത്ത് ഫീ, ഇതറങ്ങിയത് നസലത്ത് ഫീ വഫദി ബഅസഹും നജ്ജാശി അയിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ കലാമ. നജ്ജാശി കത്തയച്ചല്ലോ. അപ്പൊ നജ്ജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. എന്താ അദ്ദേഹത്തിന്റെ സംസാരം, എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശേഷണം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നജ്ജാശിന്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നജ്ജാശി ആളുകളെ പറഞ്ഞേക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോ ഫലമ്മാ ഖറഅ അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ, നബി അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. അത് മറിയമാണ്, മറ്റു തഫ്സീറുകൾ കാണാൻ പറ്റും. ഇതങ്ങോട്ട് കേട്ട ഉടനെ തന്നെ അസ്ലമൂ വബകൗ വഖശഊന, കേട്ട ഉടനെ തന്നെ അവർ കരഞ്ഞുപോയി. കാരണം മറിയം ബീവിന്റെ ചരിത്രവും ഹക്ക് അവർക്ക് ബോധ്യപ്പെടുക. മറിയം ബീവിയെ കുറിച്ചിട്ട് ജൂതന്മാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യഭിചാരപുത്രൻ എന്നും മറിയം ബീവിയെ സംബന്ധിച്ച് വ്യഭിചാരിണി എന്ന് പറഞ്ഞ ആളുകളാ ജൂതന്മാർ. സുബ്ഹാനല്ലാഹ്. ഈ നസാറാക്കളെ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം അങ്ങോട്ട് ഓതി കൊടുത്തപ്പോ അതിന്റെ ഹക്ക് മനസ്സിലായിട്ട് ഉടനെ മുസ്ലിമായി. അങ്ങനെ ഒരു കരയാൻ ഭയഭക്തി ഉള്ളവരാവുകയാണ്. അങ്ങനെ അവർ നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് മടങ്ങി ഈ കാര്യം അറിയിച്ചു കൊടുക്കാൻ. നജ്ജാശി മുസ്ലിമായിട്ടുണ്ട്. നജ്ജാശിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച കഥകൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവരൊക്കെ മനസ്സിൽ എന്തായി സ്വാധീനിച്ചത്? നമ്മുടെ കയ്യിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനാണ്. എങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ അതൊക്കെ എത്ര വട്ടം സ്വാധീനിച്ച് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ മുസ്ലിം കൗമിന്റെ സ്ഥിതി എന്താ? ഇങ്ങനെ ഒരു കാഫിര്യങ്ങൾക്ക് പോലും ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസിർ എടുത്താലേ വലീദ് ഇബ്നു മുഗീറയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുദ്ദസിറിൽ അതിന്റെ അവതരണ പശ്ചാത്തലം എടുത്ത് പഠിക്കേണ്ടതായി. അപ്പോൾ മുദ്ദസിറിൽ വലീദ് ഇബ്നു മുഗീറ ഖുറൈശികളിലെ വലിയ നേതാവാണ്, വലിയ സമ്പന്നനാ, പൈസക്കാരനാണ്, വലിയ പൈസക്കാരനാണ്. കവിതയെ കുറിച്ച്, കവിതക്ക് ചില നിയമങ്ങളുണ്ട്. കവിതാശാസ്ത്രത്തെ കുറിച്ച് നല്ല ബോധമുള്ളവരുമാണ് ആരെ? വലീദ് ഇബ്നു മുഗീറ. അങ്ങനെ ഈ വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേൾക്കാൻ ഇടയായി.
ഇത് കേട്ടപ്പോ അവൻ പറഞ്ഞു ഇത് അവര് പറഞ്ഞെന്തായിരുന്നു കുറേശികള്, ഇതെന്താണ്, കവിതയാണ് അല്ലെ, മുഹമ്മദ് കവിയാണ്, മാരണക്കാരനാണ്, എഴുന്നോ കെട്ടിണ്ടാക്കിയതാന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ വലീദ് ഇബ്നു മുഗീറക്ക് ഇത് കേട്ടപ്പോഴേ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞതാ, ഇത് മുഹമ്മദിന്റെ കൗലല്ല, ഇതൊരു വെറും കവിതയല്ല. കാരണം കവിതയെ കുറിച്ചുള്ള നിയമം പോലെ എന്താ, അതിനെക്കാട്ടിലും മുന്തിയ വലിയ വേറെ ആർക്കും കഴിയാത്തൊരു സാധനം മനസ്സിലായി, ഒരു ഹക്ക് മനസ്സിലായി. പക്ഷെ അബൂജഹൽ ഈ വിഷയം അറിഞ്ഞു, അതിന് ഉടനെ അവന്റെ അടുത്ത് വന്നു, അങ്ങനെ ഫിത്ന ഉണ്ടാക്കി. പക്ഷെ അവൻ തെറ്റി. നോക്കണം, ഹക്ക് മനസ്സിലായിട്ട് അവൻ തെറ്റിയാണ്. അതിന്റെ ഗൗരവം വെറുപ്പ് റബ്ബ് മുത്തസിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് അവന്റെ മുഖം ചൊളിച്ച് ആലോചിച്ചു ഇങ്ങനെ ആ ഗൗരവം സൂചിപ്പിക്കാനുള്ള എടുത്ത് പറയുന്നുണ്ട്. എന്താ, അബൂജഹൽ ആളുകൾ എന്റെ ബേക്കിൽ ഉണ്ടാവില്ല, ഖുറൈശികൾ എന്റെ ബേക്കിൽ ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോ അവ നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. ഇതെന്താ, ഇത് കെട്ടുകഥാണ്, സാഹിറാണ്, നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. അതിൽ ആക്ഷേപിച്ച് അല്ലാഹു അവനെ പറ്റി എല്ലാ ആയത്ത് മുദ്ദസ്സിറിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഇത് സ്വാധീനിച്ചിന്, നോക്കണം. അപ്പൊ അത് സ്വാധീനിക്കണമെങ്കിലോ മെയിനായിട്ട് വേണ്ടി എന്താ, അത് മനസ്സിലാവണം. അതിനെന്തുവാണോ, അറബി അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹറാമ് ചെയ്യുന്ന ആൾ ഇപ്പൊ പലിശയുമായി ബന്ധപ്പെടുന്നവരായിരിക്കും, അല്ല മോഷ്ടിക്കുന്നവനുണ്ടാവും, ശിർക്ക് ചെയ്യുന്നവനുണ്ടാവും. പക്ഷെ ഇവരൊക്കെ ഈ ആയത്ത് വന്നിട്ടുണ്ട് ഏടാ, പച്ച ശിർക്ക് ചെയ്യുന്ന ഖുർആനിൽ ശിർക്കിനെതിരെ ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞു. ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്. പക്ഷെ എന്താ, ഇങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനെ ആവരുത്. അതിനല്ല അല്ലാഹു ഖുർആൻ ഇറക്കി. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തദബ്ബുർ ലിയദബ്ബറു ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ട് ഒരുപാട് ആയത്തുകൾ അല്ലാഹു ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സിനെ സ്വാധീനിച്ചത് ഖർറു സുജ്ജദൻ വ ബുകിയ എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് കാണാം. ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അല്ല അവർ വിശ്വസിക്കാതിരിക്കട്ടെ. എങ്ങനായാലും ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താ, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, മുമ്പ് നിനക്ക് മുമ്പ് ഇൽമു നൽകപ്പെട്ടവരൊക്കെ റബ്ബിന്റെ കലാം, വേദഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ കലാമാണല്ലോ, ഈ കലാം കേൾക്കും. ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, ദിഖ്നി അദ്ഖാൻ റദ്ദാ, ഇതിനാ പറയാ നമ്മൾ താടിന്റെ ഇതിങ്ങനെ കുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ സുജൂദിൽ വെക്കും. എന്താ, ഭയഭക്തി കൊണ്ട് അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോൾ വയഖൂലൂന സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊല വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅന, കരഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ സുജൂദിൽ വീഴാൻ, അവർക്ക് ഈമാൻ ഇങ്ങനെ ഖുശൂ ഇങ്ങനെ വർദ്ധിക്കാൻ. അങ്ങനെ ആവണം നമുക്ക്. അത്ര ദർജയിലെത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. ഖുർആൻ കയ്യിൽ ഉണ്ടായിട്ടും തിന്മകൾ തന്നെ മുഴുകി മുന്നോട്ട് പോവാണെങ്കിൽ, ഖൈറിൽ മുന്നേറാതെ ജീവിതം ദുനിയാവിയായിട്ട് തന്നെ പോവാണെങ്കിൽ അത് വലിയ അപകടമാണ്. ഖുർആൻ നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. അതൊരു റമദാനിൽ ഒതുക്കേണ്ട സംഭവമല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോ ഒരു 10, 20, 30, 40, 50 വയസ്സാളുകൾക്കല്ലേ ഈ 50 വയസ്സായിട്ടും ദുഹാ മുതൽ നമ്മൾ ആലോചിക്കേണ്ട, ദുഹാ മുതൽ നാസ് വരെ കാണാതെ ഒന്ന് ഓതാൻ കൃത്യമായി കിട്ടുന്ന ആളുകൾ എത്ര ഉണ്ട്? സ്വന്തം ആലോചിച്ച് നോക്കിയാൽ സൂറത്തു ദുഹാ മുതൽ ഇങ്ങോട്ട് ഓദിച്ചു നോക്കിയാല് കാണാതെ കറക്റ്റ് ഒന്ന് ഓതാൻ കഴിയുന്ന എത്ര ആളുകളുണ്ടാവും? സുബ്ഹാനല്ലാഹ്. കാരണം ആളുകളുടെ ബന്ധം കുറവാ ഖുർആനായിട്ട്. അങ്ങനെ ആവാൻ പാടില്ല. ഖുർആൻ പഠിക്കുക, ഖുർആൻ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഖൽബ് ശുദ്ധമാണ്. എന്തു മനസ്സിൽ കയറും. ഹറാമും ഖുർആനും ഒരുമിച്ച് കൂല. പ്രത്യേകിച്ച് സംഗീതം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ ഒരിക്കലും ഹിഫ്ളാക്കാൻ കഴിയില്ല, പ്രയാസമായിരിക്കും. ഇനി ഇതിപ്പോ അഹ്ലു കിതാബുകളുടെ സംഭവമാണ്. ഇനി ഹദീസിൽ ഒരുപാട് സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതി കരഞ്ഞ സംഭവങ്ങൾ, സഹാബാക്കൾ കരഞ്ഞു പോയ സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആന, നീ എന്റെ മേലൊന്ന് ഖുർആൻ ഓദിത്താ. ആരോടാ പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, വലിയ പണ്ഡിതനാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വഅലൈക ഉൻസില, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓദിത്തരേ? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ മേൽ ഖുർആൻ ഇറങ്ങി, ഞാൻ നിങ്ങൾക്ക് ഓദിത്തരേ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഷ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, തീർച്ചയായും ഈ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സൂറത്തുൽ നിസാ ഓതാൻ തുടങ്ങി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കേണ്ടതാ. അങ്ങനെ എവിടെ എത്തി നിറയങ്ങള്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക ലാ ഹൗലാഇ ഷഹീദ എന്നായത്തെത്തിയപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസ്ബുക്കൽ ആൻ, അവിടെ നിർത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോക്കിയപ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുക. എന്താ ആയത്തിന്റെ അർത്ഥം? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ ഉമ്മത്തിനും സാക്ഷികളായിട്ട് അവിടെ പ്രവാചകന്മാരെ കൊണ്ടുവരും. വജിനാ ബിക ലാ ഹൗലാഇ ഷഹീദാ, ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് നാളെ പരലോകത്ത് വരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവം കൊണ്ട് ഓർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കരയാണ്, കണ്ണുനീര് ഇങ്ങനെ ഒഴുകാണ്. ഇങ്ങനെ ഒരുപാട് സംഭവം കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലീമ തബ്കി, നിങ്ങൾ എന്തിനാ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു നിനക്ക് എല്ലാ പാപങ്ങളും പുറത്തു തന്നല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ നന്ദിയുള്ള അടിമയാവണ്ടേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഖദ് നസലത് അലയ്യ ലൈലത ആയ, ഇന്നലെ രാത്രി എനിക്കൊരായത്ത് ഇറങ്ങിയിട്ടുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ആ ആയത്ത് പാരായണം ചെയ്യുകയും എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർക്ക് നാശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു ഏതാ ആയത്തെന്ന് അറിയാം, ഒരുപാട് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടാവും. ഏതാ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇതിന്റെ അർത്ഥം തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും ഇങ്ങനെ മാറി വരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ട്, എണീക്കുന്നുണ്ട്, രാവിലെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് അത് ദൃഷ്ടാന്തം എന്നാണ്. അതുകൊണ്ടാണല്ലോ സലഫുകളുടെ ഈ ചിന്തക്കുണ്ട്, തഫക്കുറിന്, ഖുർആനും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, ചിന്തക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. സലഫുകളുടെ വാക്ക് ആ വിഷയത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ശൈഖ് സുലൈമാൻ അബൂ സുലൈമാൻ അത്താറാനി റഹ്മഹുല്ലാഹ് പറയാ, ഇന്നി ലഅഖ്റുജു മിൻ മൻസിലി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെട്ടാൽ ഫമാ യഖഉ ബസരി അലാ ശൈഇൻ ഇല്ലാ റഅയ്തു ലില്ലാഹി അലാ ഫീഹി നിഅമ ഔ ലി ഫീഹി ഇബ്റ. അങ്ങനെയാണ് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വാതിലിന്റെ പടി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയ എൻ്റെ കാഴ്ച എത്തുന്നത്, കാഴ്ച എവിടെ എത്തുന്നോ ആ എത്തുന്നിടത്തെന്നെല്ലാം അള്ളാഹു എനിക്ക് തന്ന നിയമത്തിനെ കുറിച്ച് എനിക്കതിന് മനസ്സിലാവും. അതിലൊക്കെ അള്ളാന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മ വരും. അല്ലെങ്കിൽ റബ്ബ് എനിക്ക് വലിയൊരു ഗുണപാഠം അതിലുണ്ടാവും. നോക്കി വീടിന് പുറത്തിറങ്ങി ഇവിടുന്ന് തന്നെ അങ്ങനെ നോക്കിയാൽ തന്നെ അതൊക്കെ ശരിക്കും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഇവിടെ അങ്ങ് പുറത്തേക്ക് പോകണോ, നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. എനിക്ക് കാണുന്ന കൂളറായാലും ഫാനായാലും മധുരായാലും ഈ ചെറ്റയായാലും, നമ്മൾ ചെറ്റാന്നറിയാം, ഞങ്ങൾ എന്താ പറയാ അറിയില്ല, ഓല ചെറ്റ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടുകാരൻ ചെറ്റാന്നും പറയും ഓലാന്നും പറയും. അപ്പോ ഇതൊക്കെ നൽകിയത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇതിലൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് അള്ളാന്റെ കുദ്റത്തിനെ കുറിച്ച്, അപ്പൊ അതാണ് എന്റെ കണ്ണ് അവിടെ എത്തുന്നോ അപ്പോഴേക്ക് റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മ വരുന്ന, അങ്ങനെയാണ് സലഫുകൾ. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇത് ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ തഫക്കുർ വൽ ഇഅ്തിബാർ എന്ന കിതാബിൽ ഉദ്ധരിച്ച സംഭവമാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കുറച്ച് സമയമുണ്ടല്ലോ, ഖുർആനും ആ റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണെന്ന് ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി. ഒരുപാട് സലഫുകളുടെ വാക്കാണ് അവൻ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറയാ, ഖാലൽ ഹസൻ, ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ ഫിക്റതു മിർആത്തുൻ, ചിന്തിക്കുക എന്നുള്ളത് കണ്ണാടിയാണ്. എന്താ പ്രത്യേകത? തുരീക ഹസനാതിക വസയ്യിആതിക, നിന്റെ നന്മകളും തിന്മകളും ഒക്കെ നിനക്ക് ഇങ്ങനെ കാണിച്ചു ചിന്തിക്കണം. ചിന്തക്ക് അതുകൊണ്ട് ഇസ്ലാം വലിയ പ്രാധാന്യം. ഞാൻ ഇത്രയും കാലം ജീവിക്കില്ല, ഞാൻ എന്തൊക്കെ പഠിച്ചു, എന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്ര, ഞാൻ എത്ര ആയത്തുകൾ ഹിഫ്ളാക്കി, ഒരു ദിവസം ഞാൻ എത്ര ഖുർആൻ ഓതുന്നുണ്ട്, റമദാൻ അല്ലാത്ത സമയത്ത് ഒരു ദിവസം ഞാൻ എത്ര ഖുർആൻ ഓതുന്നുണ്ട്, പോട്ടെ ആഴ്ചയിൽ ഞാൻ ഖുർആനായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ,
ഖുർആൻ പഠിക്കാൻ അതിൽ റബ്ബ്, എന്റെ റബ്ബിന്റെ സംസാരമാണല്ലോ, ആ റബ്ബിന്റെ സംസാരം, ആ റബ്ബ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ഫിക്റതു നൂറുൻ യദ്ഖുലു ഖൽബക, ചിന്തിക്കാന്നുള്ളത് അത് നിന്റെ കൽബിൽ പ്രവേശിക്കുന്ന ഒരു പ്രകാശമാണ്. നിന്റെ കൽബിൽ പ്രവേശിക്കുന്ന ഖൈറായ നിന്റെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പ്രകാശമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, റകഅതാനി മുഖ്തസിദതാനി ഫീ തഫക്കുരി, കയ്യട്ടാണ്. ഇപ്പൊ തറാവീഹ് നിങ്ങൾ നിൽക്കുന്നുണ്ട്, നമുക്ക് പലപ്പോഴും എന്തായി തറാവീഹ് ഉറക്കം തൂങ്ങുക, അങ്ങനെ ഉറക്കം തൂങ്ങുക. എന്തുകൊണ്ടാ? തഫക്കുറില്ല. തഫക്കുറുമാണ് എന്തുവാണോ അത് അറിയണം, അറിവ് പഠിക്കണം. അതുകൊണ്ടല്ലേ സഹാബാക്കളൊക്കെ എത്ര ശരിക്കും ചിന്തിച്ചോതുന്നവര് നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. സലഫുകളൊക്കെ എത്ര നേരം നിസ്കരിക്കുക, സുദീർഘ നേരം ഒരു മടിയുമില്ലാതെ ഉന്മേഷത്തോടു കൂടി ആയത്തുകൾ ചിന്തിച്ച് കരഞ്ഞ് നിസ്കരിക്കുന്ന എത്രയോ സലഫുകളുണ്ട്. നമ്മളൊക്കെ കുറച്ച് ഒരു മണിക്കൂർ, ചിലപ്പോ ഇമാം മോദി ഒരു മണിക്കൂർ, ഒരു 5 മിനിറ്റ് കൂടി അങ്ങോട്ട് അധികമായ മുഖത്തിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറും. ഒരു മണിക്കൂർ മതി ഇത്ര പോകുന്നു. എന്താ ഞാൻ ചിന്തിക്കേണ്ട, അഭിനവങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഈ ഇമാന്റെ കുറവാ. ശരിക്കും അതിന്റെ ആ ആസ്വാദനം, ഇബാദത്തുകൾ ആസ്വാദനം കിട്ടിയപ്പോഴാ, ഇൽമ് കൂടുമ്പോഴാ. ഇമാം ഇങ്ങനെ ഓതുമ്പോ ആയത്തിന്റെ കൂടെ ഇങ്ങനെ ചിന്തിക്കുമ്പോ, ആ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങൾക്ക് നേരം വെളുക്കുന്നവരെ എന്നാലും ഒന്നും തോന്നൂല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ച് 2 റക്അത്ത്, ഒരു മധ്യമ ലെവലിൽ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹിൻ. അശ്രദ്ധമായ കൽബിന്റെ ഉടമയായ സ്ഥിതിയിൽ നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുന്നവനേക്കാളും ഖൈർ. ഒരു അന്തമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുന്. ഇമാം അങ്ങനെ ഓതും, ചിലപ്പോൾ നരകത്തെ കുറിച്ച് ചോദിക്കും, ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ചോ, അങ്ങനെ പോണ്ടാവും. അങ്ങനെ അശ്രദ്ധമായ ഹൃദയത്തിന്റെ ഉടമ നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറ് ചിന്തിച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നതാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് അൽ ഹാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലൗ തഫക്കറ الناس في عظمة الله, അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ആളുകൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ലമാസൗ, അവർ ഒരിക്കലും അള്ളാഹുவோട് അനുസരണക്കേട് കാണിക്കുമായിരുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാ, നമ്മൾ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ചെയ്ത തെറ്റ് അതിപ്പോ വലിയ തെറ്റാണോ അതോ ചെറിയ പാപാണോ, അത് നിങ്ങൾ നോക്കണ്ട. തിന്മ ഏതിനെയും ഗൗരവത്തിൽ തന്നെ കാണാം. ചെറിയ തെറ്റാണോ വലിയ തെറ്റാണോ എന്ന് ആലോചിക്കാതെ ഏത് തെറ്റിനെയും അതിനെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. അതല്ലേ സഹാബാക്കൾ പറഞ്ഞത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാലും അവനൊരു ഒരു മലയുടെ ഒരു പാറക്ക് താഴെ ഇരിക്കുന്നവനെ പോലെയാണ്. അതിങ്ങനെ അവന്റെ മേലേക്ക് വിയാറായിട്ടുണ്ട്. അപ്പോ എന്റെ തലയിൽ ഇപ്പൊ അത് മറിഞ്ഞു വീഴുമോ എന്നിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നവനെ, അതാണ് ഭയപ്പെട്ട് നിൽക്കുന്നവന്റെ അവസ്ഥയാണ് ഒരു തിന്മ ചെയ്ത മുഅ്മിന്റെ അവസ്ഥ. പേടിയുണ്ടാവും. നേരെ മറിച്ച് അല്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്തെല്ലാം പലിശയായിട്ട ആളുകൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പലിശയെ ബന്ധപ്പെടുന്നുണ്ട്, മ്യൂസിക് ഒരു കുഴപ്പമില്ല, അവിടുത്തെ സ്ത്രീകൾ ഒഴിവാക്കുന്നത്, മുഖം മുൻകൈയും വിടട്ടെ, ബാക്കിയുള്ള വിഷയം നിർബന്ധമായും ഒരു തർക്കമില്ലാത്ത മുടിയും അതേപോലെ തന്നെ തോളും കഴുത്തും ഇടുങ്ങിയ ഡ്രസ്സും ധരിച്ച് ഡാൻസ് അന്യാളുകൾക്ക് മുമ്പ് ഡാൻസ് കളിക്കുക, കല്യാണത്തിന് ഇതെല്ലാം കാണിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ഗൗരവമുണ്ടോ? പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഒരു ഹറാമിനൊരു വിലയില്ല, ഇത് വലിയ നാശാണ്. അങ്ങനെ ആവരുത്. ശരിക്കും അതാണ് ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത് വലുതാണോ ചെറുതാണോ അല്ല, ഞാൻ ഈ ധിക്കാരം കാണിക്കുന്നത് ആരോടാണെന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കെതിരെ നമ്മൾ ധിക്കാരം കാണിക്കുമോ? ദുനിയാവിൽ എനിക്ക് ഒരുപാട് സഹായങ്ങളും എല്ലാ വീടും സമ്പത്തും ഒക്കെ ഇങ്ങനെ മാസാമാസവും ശമ്പളവും വെറുതെ തീരാൻ നിൽക്കുക, അയാൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിനോട് അനുസരണക്കേട് എനിക്ക് നമ്മൾ ഇല്ല എങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈ ശരീരമൊക്കെ തന്ന ഓടാനും ചാടാനും എന്തെല്ലാം ഹൈറ് തന്ന അള്ളാഹുവിനെ, ആ അള്ളാഹുവിനോടാണ് ഞാൻ എന്ത് തിന്മയാലും അനുസരണ കാണിക്കുന്ന ഒരു ബോധം ഉണ്ടാവണം. അതാണ് ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ലൗ തഫക്കറ അന്നാസ്, ജനങ്ങൾ യഥാവണ്ണം ഫീ അദമത്തിൽ അള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർ തിന്മ ചെയ്യില്ലായിരുന്നു എന്നാണ്. ചിന്ത അല്ലാണ്ടാവുമ്പോഴാണ് ഹറാമുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ കരയാൻ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് തന്റെ അനുയായികൾക്കിടയിൽ ഇങ്ങനെ കരയാൻ.
അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അപ്പൊ മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഖലീഫ, അദ്ദേഹം പറഞ്ഞു, ഫക്കർതു ഫി ദുനിയ വലദ്ദാതിഹാ വശഹവാതിഹാ ഫഅതബർതു മിൻഹാ ബിഹാ മാ തകാദു ശഹവാതുഹാ തൻഖദി ഹത്താ തുകദ്ദിറുഹാ മറാറതുഹാ വലഇൻ ലം യകുൻ ഫീഹാ ഇബറത്തുൻ ലിമൻ ഇഅതബറ ഇന്ന ഫീഹാ മവാഇദ ലമൻ ഇത്തകറ. അദ്ദേഹം പറയാ, ഞാൻ ദുനിയാവിലെ ആസ്വാദനങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ദുനിയാവിലെ ഏറ്റവും വലിയ ആളുകൾക്ക് എന്താ? സമ്പത്താണ്, സമ്പത്തും അങ്ങനത്തെ പല കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ആസ്വാദനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോ അതിൽ എത്ര വലിയ ആസ്വാദനങ്ങളായാലും അത് എന്നൊന്നും നിലനിൽക്കുന്നതല്ലോ. ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ പോകും. കുറച്ചു കഴിഞ്ഞാൽ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതിൽ ചിന്തിക്കാതെ വഞ്ചിതരായി പോയ ആളുകളുണ്ടല്ലോ, ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നിങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹം എങ്ങനെ കരയാ. ദുനിയാവിൽ എന്തെല്ലാം ആസ്വാദനങ്ങളുണ്ട്. ഈ ചെറിയ സമ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ ഈ ദീനൊക്കെ ഉപേക്ഷിച്ചു പോണേ. ദീന് വിടുന്ന എന്തിനാ? ദീനിന്റെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ സംഘടനയുടെ ആളുകളായാലും മറ്റോരൊക്കെ എന്താ? ദുനിയാവിന് വേണ്ടിയിട്ട് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദീന് മറിച്ചിട്ട് ദീന്റെ നേരെ എതിര് പറയാ ഒരു ഭയമില്ല. ആളുകളുടെ തൃപ്തിയാണ്. ഓരോരുത്തർ പറയുന്നത് എന്തെല്ലാം പറയുന്നത്. ഇപ്പൊ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു എന്താ ഇസ്ലാമിന്റെ വേഷവും താടിയൊക്കെ ആയിട്ടാണ് ഓരോരുത്തർ പറയുന്ന സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ശിർക്കിന് സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ഒരു തൗഹീദുള്ളവനാകുക? ഇപ്പൊ പഠിക്കുന്നും ചിന്തിക്കുന്നില്ല. ഇത് എന്താന്ന് വെച്ചാല് യഥാർത്ഥ നിലക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടും ചിന്തിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാദി പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കണ്ട. ആ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം, ഞാനും നിങ്ങളും. എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖൗമിന്റെ ഖുർആനെ കൈവടിഞ്ഞവരാക്കി തീർത്തു. ഈ ഖുർആനെ കൈവടിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാദി പറയുന്നതിൽ 5 ഭാഗം ആളുകളെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് എണ്ണി പറയുന്നുണ്ട്. ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെടുന്നുണ്ടോ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടിയാണ്. അതായത് ഖുർആനെ വിടുക എന്ന് പറയുമ്പോൾ 5 ടൈപ്പിലാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാ. ഒന്നെന്താ? ഹജറു സമാഇഹി വൽ ഈമാൻ ബിഹി വൽ ഇസ്വാ ഇലൈഹി, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് പാടെ ഒഴിവാക്കുക. ഖുർആൻ തീരെ കേൾക്കുന്നില്ല ജീവിതത്തിൽ. അതേപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഖുർആനിൽ എന്റെ റബ്ബ് എന്നോട് എന്താണ് സംസാരിക്കുന്നതിനെന്ന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഇത് ഈ വിഭാഗം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൈവടിക്കുക എന്ന് ആവനാദി പറഞ്ഞ ആളുകളിൽപ്പെട്ട ആളാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജറുൽ അമൽ ബിഹി വൽ വുഖൂഫ് ഇൻദ ഹലാലിഹി വ ഹറാമിഹി വ ഇൻ കറാഹു വ ആമന ബിഹി. ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓതുന്നുണ്ട്, പക്ഷേ അതനുസരിച്ച് ജീവിക്കുന്നില്ല, ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നില്ല. ഹറാമോ ഹലാലൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അവരൊരു നിലപാടില്ല, അതൊന്നും അംഗീകരിക്കുന്നില്ല. ആയത്ത് ഹറാമാണ് ഹലാലൊക്കെ ഒന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാത്തവൻ അവനും ഇതിൽപ്പെട്ടതാ, ഖുർആനിനെ കൈവടിഞ്ഞവനാണ്. മൂന്നാമതായി ശരിക്കും നമ്മൾ ചിന്തിക്കണം, ഇതിൽ നമ്മൾ പെടുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട. ഹജറു തദബ്ബുരിഹി വ തഫഹുമിഹി വ മഅരിഫതി മാ അറാദൽ മുതകല്ലിമു ബിഹി മിൻഹു. ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, ഓരോ ആയത്തിലൂടെയും അല്ലാഹു പറഞ്ഞത് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒഴിവാക്കിയ ആളുകൾ. അതേപോലെ റബ്ബ് എന്നോട് എന്താണ് സംസാരിക്കുന്ന റബ്ബാണ്, ആ റബ്ബ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ, അതെന്താണ് ചിന്തിക്കാതെ പഠിക്കാത്ത ആളുകൾ. ആലോചിക്കണം, ഖുർആൻ തഫ്സീർ പഠിക്കാത്തവൻ കേവലം പാരായണം ചെയ്യാൻ വേണ്ടി അല്ല അല്ലാഹു ഖുർആൻ ഇറക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ റബ്ബ് എന്താണെന്ന് പറയുന്നത് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യാത്തവരും ഈ ഹജറിൽ പെട്ടവരാണ്, ഖുർആനെ കൈവടിഞ്ഞവരിൽ പെട്ടവരാണ്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജറു തഹ്കീം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഹജറു തഹ്കീമിഹി വത്തഹാകും ഇലൈഹി ഫി ഉസൂലുദ്ദീൻ വ ഫുറൂഇഹി. ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയമാവട്ടെ, ശാഖാപരമായ വിഷയമാവട്ടെ, എന്ത് വിഷയം വന്നാലും ഖുർആനെ വിധികർത്താവാക്കുന്ന വിഷയം കൈവടിയാണ്. അത് വലിയ അപകടമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് സാധിച്ചോളണമെന്നില്ല, അവിടെ അങ്ങനെ ഖുർആൻ വെച്ചുള്ള വിധിയല്ല. പക്ഷേ ചില ആളുകൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വത്തിന്റെ വിഷയത്തിൽ അനന്തരാവകാശം സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ സഹോദരന്റെ പകുതിയെ സഹോദരിക്കുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ പല മുസ്ലിം സ്ത്രീകളും
എന്റെ സഹോദരനെ പോലെ തന്നെ തുല്യ സ്വത്തവകാശം കിട്ടണമെന്ന് വാദിച്ചുകൊണ്ട് താമൂത്തിന്റെ വിധി നമ്മുടെ നാട്ടിലെ കോടതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന അവസ്ഥ കാണുന്നുണ്ട്. അത് പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ വിധിക്കെതിരാണ്. പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ 3 തലാഖും ചൊല്ലിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 3 തലാഖും ചൊല്ലിയ സ്ത്രീക്ക് പിന്നെ ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത പുരുഷനില്ല. പല കാര്യങ്ങളും തലാഖിന്റെ വിഷയത്തിൽ ശ്രദ്ധല്ല. 1 തലാഖ് ചൊല്ലിയാൽ 1ഉം 2ഉം തലാഖ് ചൊല്ലിയ ശരിക്കും ആ ഭാര്യ എവിടെ നിൽക്കേണ്ടി? ഭർത്താവിന്റെ വീട്ടിലാ. ഇന്ന് അങ്ങനല്ല. ആ ഭർത്താവിന് അവളെ പറഞ്ഞേക്കാൻ അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. വളരെ നീചമായ പ്രവൃത്തിയോ കുടുംബത്തിന് ഉപദ്രവമോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പറഞ്ഞേക്കാൻ പാടുള്ളൂ. 1ഉം 2ഉം തലാഖ് ചൊല്ലിയ ഭാര്യ എവിടെ നിർത്തേണ്ടി? ഭർത്താവിന്റെ വീട്ടിലാ. എന്തിനാ? ഇണക്കുണ്ടാവാൻ വേണ്ടിയാ. പക്ഷെ എന്നാ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇറങ്ങി പോവാ, അവള് കെട്ടു മാറാപ്പ് എടുത്തിട്ട് മൂപ്പരാളെ വീട്ടിൽ നിന്ന് എടുത്ത് പോവാ. അങ്ങനെ പോകരുത്. അത് ഇസ്ലാം പഠിപ്പിക്കുന്നല്ല. ഇസ്ലാം കാരണം ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോ വീണ്ടും കാണുമ്പോ ചിലപ്പോൾ എന്തുണ്ടാവും? അടുക്കാണ്ടാവും. വലിയ ഫാഹിഷായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളോ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കണ മാത്രമേ നമ്മൾ മാറ്റിയകറ്റാൻ പാടുള്ളൂ. ഭർത്താവിനോട് പറഞ്ഞേക്കാൻ അവകാശമുണ്ടോ? പാടില്ല. അവൾക്ക് ഇറങ്ങിപ്പോകാൻ പാടുണ്ടോ? അതുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ ചെലവിൽ കഴിയണം. മനസ്സിലായോ? പക്ഷെ ആ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ 3 തലാഖും ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ചെലവിന് കൊടുക്കണ്ട. പക്ഷെ നമ്മളെ നാട്ടിലെ ആളുകൾ 3 തലാഖും ചൊല്ലി കഴിഞ്ഞാൽ എനിക്ക് ചെലവിന് കിട്ടണം പറഞ്ഞിട്ട് വീണ്ടും പോവാ. അത് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഇതൊക്കെ ആളുകൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. അടുത്തത് ഹജറുൽ ഇസ്തിശ്ഫാഇ ബിഹി വത്തദാവി ബിഹി മിൻ ജമീഇ അംറാദിൽ ഖുലൂബ്. ഖുർആനെ മരുന്നായിട്ട് ഉപയോഗിക്കുക. അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിപ്പോ ഒരു പനി വന്നാല കാലൊടിഞ്ഞാലും ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം. അതിന് നമ്മൾ കൈപിടിയുന്നത് അത് എത്ര നമുക്ക് കിട്ടുന്ന ദുനിയാവിയായ മരുന്നിനൊക്കെ ദുനിയാവിയായ മരുന്ന് കൊണ്ടൊന്നും ശിഫ കിട്ടാത്തത് നമ്മുടെ ഇഖ്ലാസിന്റെ നമുക്ക് കിട്ടും. ചിലപ്പോ ഫാത്തിഹ കൊണ്ട് മാത്രം ഒരാൾ എല്ലിടുന്നു, അല്ലെ എന്തെങ്കിലും ഒരു രോഗം വന്നു, എത്ര ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല. കാരണം ഇഖ്ലാസ് ഉള്ളവരാണ് ഫാത്തിഹ ഓതി മന്ത്രിച്ച് ദുആ ചെയ്താൽ ചിലപ്പോൾ അതുകൊണ്ട് അള്ളാഹ് ശിഫാക്കി തരും. ചരിത്രം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ഹജ്ജിന് വന്നപ്പോ കാലിന് വല്ലാത്ത വേദന വന്നു. എല്ലാ ചികിത്സയും ചെയ്തു, ഒരു രക്ഷയില്ല. അവസാനം ഫാത്തിഹ ഓതി മന്ത്രിച്ച പാട്ട് സുഖയില്ല. അങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പിന്നെ ആ ചികിത്സ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു. എന്നാ ഗോത്രത്തലവന് വിശേഷപ്പോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ തലവനാണ് ഒരു പഠിച്ച പണി എല്ലാം ദുനിയവിയായ മരുന്ന് നോക്കി മാറിയോ? ഇല്ല. പക്ഷെ ആ സഹാബി ചെന്നിട്ട് മന്ത്രിച്ചപ്പോ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോ ഉസാറായിട്ട് പോകുന്നു. അതൊക്കെ നമ്മുടെ ഈമാന്റെ പവർ അനുസരിച്ചാണ്. ഇതൊക്കെ ഒരു വിശ്വാസമാണോ? ഇത് അതിനെ തള്ളി പറയുന്നവനാണ് ഒരു ഉപകാരം കിട്ടൂല. അപ്പൊ നമുക്ക് എന്ത് രോഗം വന്നാലും നമുക്ക് ഡോക്ടറെ കാണിക്കാം, അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാ? ഫാത്തിഹ അങ്ങനെ ഖുർആൻ ഓതി മന്ത്രിച്ച് തടവിയ ഫലം ഉണ്ടാവും. റബ്ബാ പറയുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ കൈവടിയരുത്. ഇതൊക്കെ ഗൗരവം വ്യത്യാസമുണ്ട്. ഇതിൽ ഓരോന്നും ഗൗരവം വ്യത്യാസമുണ്ട്. ഇപ്പോ വിധി തേടി പോകുന്നത് പോലെയല്ല ഖുർആൻ കേൾക്കുന്നത് ഒഴിവാക്കുന്നത്, ഓരോന്നും അതിൻ്റെതായ ദറജ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഈ 5 കൂട്ടരിലും നമ്മൾ പെടാൻ പാടില്ല. ഇതിലിപ്പോ നമ്മൾ ഏതൊക്കെ പറഞ്ഞ് ഖുർആൻ കേൾക്കുന്നത് ഒഴിവാക്കുന്ന ആളുകൾ, അതേപോലെ ഖുർആൻ ചിന്തിച്ച് പഠിക്കുന്നത് ഒഴിവാക്കുന്ന ആളുകൾ, ഇതിൽ നമ്മൾ പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിന് നമുക്ക് എന്താണ് അതിന്റെ നമുക്കുള്ള എന്താണ് അതിനെന്താ ഞാൻ ചെയ്യുക? പലരും ചോദിക്കും, എത്ര ഖുർആൻ പഠിക്കാൻ കഴിയുന്നില്ല. ആദ്യം നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടുക്കണം. പിന്നെ റബ്ബിനോട് ദുആ, പ്രത്യേകിച്ച് റമദാൻ ആത്മാർത്ഥമായി അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ എനിക്ക് എളുപ്പാക്കണേ, അതിന്റെ പഠനം എനിക്ക് എളുപ്പാക്കണേ, അത് മനസ്സിലാക്കാനേ എനിക്ക് എളുപ്പാക്കി തരണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നമുക്ക് പറ്റണം. ദുആ ആണ് ഒന്നാമത്. പിന്നെ ഹറാമെന്ന് വിട്ടുക്കണം. പിന്നെ 3 കാര്യങ്ങളാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. നമുക്ക് ഖുർആൻ കൊണ്ട് ഗുണമെടുക്കണമെങ്കിൽ 3 കാര്യങ്ങൾ. സൂറത്തു ഖാഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമഅ വഹുവ ഷഹീദ്. 3 കാര്യമാണ്. ഇന്ന ഫീ ദാലിക ലദിക്റാ, തീർച്ചയായും ഖുർആനിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ഖൈറുണ്ട്. ഇന്ന ഫീ ദാലിക ദിക്ർ ആർക്കാ? 3 കാര്യമാണ്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവൻ. അപ്പൊ നല്ല ശുദ്ധമായ ഹൃദയമായിരിക്കണം, ശിർക്കില്ലാത്ത ഹറാമുകളൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാവണം. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ. അപ്പൊ നമുക്ക് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ചിന്തിക്കാൻ നമുക്ക് ആദ്യം വേണ്ടിയ നല്ലൊരു ഹൃദയ. 2 ഔ അൽ ഖസ്സമഅ എന്ന് പറഞ്ഞാ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് ക്ഷമ വേണം. ഒരു വട്ടം ഇതിനെ കൊണ്ട് നടക്കൂലെന്ന് ഇട്ടേച്ച് പോവല്ല, ഇരിക്കന്നെ ഖുർആന്റെ മുമ്പിൽ ഖൈറാൻ. അതാണ് അവൽ ഖസ്സമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ 3 വഹുവ ഷഹീദ്, ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. ഈ 3 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. എല്ലാ ഖൈറും കിട്ടും. ഏതൊക്കെയാണത്? 1
അത് ഖുർആൻ ഖാഫിന്റെ അവസാനത്തെ ആയത്ത് ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ, നല്ല ഹൃദയമാണ്. അവൽ ഖസമ, ശ്രദ്ധിച്ച് കേൾക്കണം, വഹുവ ഷഹീദ്, ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാവണം. നിങ്ങൾ നോക്കി ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിനോടുള്ള സഹാബാക്കളുടെ രീതി എങ്ങനെയായിരുന്നു? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാ, ലൗ തഹുറത് ഖുലൂബുക്കും. ഇതാണ് ആലോചിക്കേണ്ടിയ. പലപ്പോഴും നമ്മൾ സങ്കടം പറയും, പഠിക്കാൻ പറ്റുന്നില്ല, ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ക്ലാസ് പോകാൻ പറ്റുന്നില്ല, തഫ്സീറിന്റെ ക്ലാസ് കൂടെ വെച്ചാൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന് അവരാധി പറയുന്നുണ്ടല്ലോ. നമ്മൾ ആലോചിക്കാം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാ, ലൗ തഹുറത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം ഖൽബ് ശുദ്ധമായിരുന്നുവെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മൾ ആലോചിക്കണ്ടേ, അതായത് ശിർക്കില്ല, വിദഅത്തില്ല, ഹറാമുകളൊന്നും ഇല്ലാത്ത ഒരു നല്ല ശുദ്ധ ഹൃദയത്തിന്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ, മാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ കലാമു കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ വയറ് നിറയുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഓതിയാലും ഒരു മടുപ്പും ഉണ്ടാവില്ല. ഖുർആനെ നിങ്ങൾ അത് വലിയൊരു അത്ഭുതം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം പാട്ടുകളും വളരെ ഇവിടെ ദുനിയാവ് പറയണ ഹിറ്റായ പാട്ടുകൾ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അതൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ കുറച്ച് കേട്ടാ പിന്നെ വിടും. ഒന്നും മടുക്കും ആളുകൾക്ക്. ഒരുപാട് പല മ്യൂസിക്കുകളും ഹറാമുകളും ഇതൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുന്നവർക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മടുക്കും, പിന്നെ പുതിയ വരും. ഇതാ ദുനിയാവ്. പക്ഷെ ജീവിതത്തിൽ 10-70 വർഷം ഖുർആൻ ഓതിട്ട് മതിയായി. ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും തോന്നുന്നു? ഒരിക്കലും തോന്നൂല. ശരിക്കും ഖുർആൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് കേൾക്കുന്നതിന്റെ, അത് നമ്മളാ കേൾക്കുന്ന ഈ ഖുശൂഓട് കൂടിയുള്ള തിലാവത്തും. ഇപ്പൊ അറബികളൊക്കെ നല്ല ഷെയ്ഖന്മാരും ഇങ്ങനെ അറബികളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ ഖുശൂ നല്ല ഓത്തും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഗാംഭീര്യം ഉണ്ടാവും. അത് ഈ ഓത്തിന്റെ അനുസരിച്ചാ ഏറ്റവും നല്ല ഹൈറായ ഓത്ത് പറഞ്ഞാൽ എന്താ? ആളുകളെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ, നല്ല അതിര് കവിയാത്ത രീതിയിൽ നല്ല സൗത്തോട് ശബ്ദത്തോടു കൂടി ഖുർആൻ ഖുശൂ ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ, അത് എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. എത്ര ചില സൂറത്തുകളോ ചില ആളുടെ കിറാത്തുകളൊക്കെ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ കേൾക്കില്ലേ, എത്ര കേട്ടാലും മതിയാവില്ല. അത് ഖുർആന്റെ പ്രത്യേകത. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഹൃദയം ശുദ്ധാണോ, ഹറാമുകളില്ല എങ്കിൽ, മാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങൾക്ക് എത്ര അല്ലാഹുവിന്റെ കലാം ഓതിയാലും ഒരു മടുപ്പും ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹൃദയം നന്നാക്കണം. വീണ്ടും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, മൻ ഹബ്ബൽ ഖുർആൻ, ആരെങ്കിലും ഖുർആനിനെ ഇഷ്ടപ്പെട്ടാൽ, ഫഹുവ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അവൻ അല്ലാഹുവിനെ അവന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഇതൊക്കെ ആലോചിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഖുർആനായിട്ട് അടുക്കാൻ നമുക്ക് തോന്നും. ഖുർആനായിട്ട് ബന്ധം ഇങ്ങനെ കൂട്ടാനേ ഇങ്ങനത്തെ സഹാബാക്കളുടെ കൗലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗലും സലഫുകളുടെ കൗലൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമാവും. അതാണ് മൻ അഹബ്ബൽ ഖുർആന, ഖുർആൻ നിങ്ങൾ യഥാർത്ഥം ഇഷ്ടപ്പെടാൻ എങ്ങനെ? ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയോ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയാ, തഖറബ ഇലല്ലാഹി മസ്തതഅത, നിനക്ക് സാധിക്കുന്ന അമലുകൾ ചെയ്തെങ്കിൽ റബ്ബിലേക്ക് അടുത്തോ, സാധിക്കുന്ന അമലുകൾ ചെയ്തെങ്കിൽ റബ്ബിലേക്ക് അടുത്തോ. പക്ഷേ ഒരു കാര്യം അറിയണം, വാലം അന്നക ലം തതഖറബ ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കലാമിഹി, അല്ലാഹുവിന്റെ കലാമിനേക്കാളും പ്രിയപ്പെട്ട മറ്റൊന്നുകൊണ്ടും റബ്ബിങ്കലേക്ക് നിനക്ക് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മറ്റൊന്നും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നീ ചെയ്യുന്ന അമലുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമുമായി അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തി നീ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയാം. മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, മൻ അറാദൽ ഇൽമ, ആരാണോ ഇൽമു ഉദ്ദേശിക്കുന്നത്, ഫൽയഖ്റഇൽ ഖുർആൻ, അവൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യട്ടെ. യഥാർത്ഥ ഇൽമു നിങ്ങൾക്ക് കിട്ടണോ, ഖുർആൻ അവൻ പാരായണം ചെയ്യട്ടെ. ഫഇന്ന ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, അതിന്റെ പ്രത്യേകത എന്താ? അതില് പൂർവ്വകാലക്കാരുടെയും അവസാനകാലക്കാരുടെയും എല്ലാവരെ കുറിച്ചുള്ള ഇൽമും ഖുർആനിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ സഞ്ചരിക്കാനുള്ള മുഴുവൻ ഇൽമും ഖുർആനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. മഹാനായ അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയാ, ഇന്ന മൻ കാന ഖബ്ലകും, ശരിക്കും ശ്രദ്ധിക്കണം, മുൻകാലക്കാർ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഇന്ന മൻ കാന ഖബ്ലകും റഅഉൽ ഖുർആന റസായില മിൻ റബ്ബിഹിം, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അവര് ഖുർആനിനെ മനസ്സിലാക്കിയത് എന്താ? ഇത് എന്റെ റബ്ബിന്റെ സന്ദേശമാണ്, എന്റെ റബ്ബിന്റെ സംസാരമാണല്ലോ, കത്താണ്, മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ ഫകാനു യതദബ്ബറൂനഹാ ബില്ലൈൽ, രാത്രിയിൽ അവരെന്ത് ചെയ്യും? ഖുർആൻ നന്നായി ഓതുകയും പാരായണം ചെയ്യുകയും ചിന്തിക്കുകയും എന്റെ റബ്ബ് എന്താണ് എന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കും. എന്നിട്ടോ വയതഫഖദൂനഹാ ബിന്നഹാർ,
പകലാവുമ്പോ ഞാൻ രാത്രി ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അതിൽ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് പകൽ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതാണ് സലഫുകൾ, മുൻകാല സലഫുകൾ. അതുകൊണ്ട് സഹോദരന്മാർ, ഇനിയുണ്ട്, നമ്മളെ സമയം കുറവായതുകൊണ്ടാണ് ഒരുപാട് സംഭവം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ വേക്കുന്ന ആളുകൾ എന്നൊക്കെ കേൾക്കാമായിരുന്നു. തഖ്രീർ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തേങ്ങി തേങ്ങി ഖുർആൻ ഓതി അതിൽ ആയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞ ആ പെടക്കൽ ബേക്കിലുള്ള മഅ്മൂമിങ്ങൾ അറിയുമായിരുന്നു എന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹിയെ കുറിച്ച് പറഞ്ഞത് ചരിത്രങ്ങളിൽ കാണാം. രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ദിവസം രാത്രിയിൽ ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ വല്ലൈലി ഇദാ യഗ്ശാ എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നു. ജനങ്ങളും ഉണ്ട്. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വല്ലൈലി ഇദാ യഗ്ശാ എന്ന സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യാൻ. അങ്ങനെ ഫലമ്മാ ബലഗ ഫഅൻദർതുകും നാറൻ തലദ്ദാ. എന്താ അർത്ഥം? ഫഅൻദർതുകും നാറൻ തലദ്ദാ ആരാ പറയാ? ആർക്കും അറിയാം? ഫഅൻദർതുകും നാറൻ തലദ്ദാ അറിയണം. അറിഞ്ഞില്ലേതാ ഞാൻ പറഞ്ഞു? നമ്മൾ ഓതുമ്പോ കുറ്റപ്പെടുത്താനല്ല, നമ്മൾ പഠിക്കണം. നമ്മളെ ന്യൂനതകൾ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ദീനിയായ ന്യൂനത എപ്പോഴും മനസ്സിലാക്കണം, എന്നാൽ നമുക്ക് മാറ്റാൻ കഴിയും. ചെറിയ സുഹൃത്തുക്കൾ അതൊക്കെ. ഫഅൻദർതുകും ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുക, നാറൻ തലദ്ദാ ജ്വലിക്കുന്ന അഗ്നിയെ കുറിച്ച്. ജ്വലിക്കുന്ന അഗ്നിയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത്. ഇതിപ്പോ നമ്മളൊന്നുമില്ലേ വല്ലൈലി ഇദാ യഗ്ശാ അങ്ങനെ ഫഅൻദർതുകും നാറൻ തലദ്ദാ അങ്ങനെ തലദ്ദാ എന്നൊക്കെ അങ്ങോട്ട് ഓതും. ഫഅൻദർതുകും നാറൻ തലദ്ദാ വേദനറിയ നരകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യണം അള്ളാഹ് പറയാൻ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ. ഈ ആയത്ത് അങ്ങോട്ട് എത്തിയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ച് പറയാൻ അതിന്റെ അർത്ഥം കൊണ്ട് ചിന്തിച്ചപ്പോ അവന്റെ ഇങ്ങനെ സ്റ്റോപ്പായി പോയി. ചങ്ക് കെട്ടാറില്ല, ചങ്ക് കെട്ടാറ മനസ്സിലായോ? കിട്ടുന്നില്ല, അവിടെ സ്റ്റക്കായി, ബാക്കി ഓതാൻ കിട്ടുന്നില്ല. ഫലം അങ്ങോട്ട് ബാക്കി ഓതാൻ കഴിയുന്നില്ല. ആർക്ക്? ആ ആയത്ത് കടന്നങ്ങോട്ട് ഓതാൻ ആർക്ക് കഴിയുന്നില്ല? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കഴിയുന്നില്ല. ഫറജഅ ഹത്താ ഇദാ ബലഗ അങ്ങനെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, വീണ്ടും തുടക്കം മുതൽ ഓതി വന്നു. വീണ്ടും തുടക്കം മുതൽ ഓതി, വീണ്ടും അവിടെ എത്തി, വീണ്ടും അവിടെ അങ്ങോട്ട് പാരായണം ചെയ്യാൻ കഴിയുന്നില്ല. ഫലം യസ്തതി അൻ യൻഫുദഹാ ഫഖറഅ ഗൈറഹാ അങ്ങനെ അദ്ദേഹം ഓതി ഓതി എത്ര ഓതിയിട്ടും ഇത് വിട്ടടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സൂറത്ത് മാറ്റി പാരായണം ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഫഅൻദർതുകും നാറൻ തലദ്ദാ. ഈ നാറ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞതാ. വേറെയും കുറെ ചരിത്രങ്ങൾ കാണാം. ഈ നാറ് എന്ന് പറഞ്ഞ തീയാണല്ലോ, നരകം. ഈ നരകം എന്ന നാറ് തീ എന്ന് പറയുമ്പോ ദുനിയാവിലെ തീ കണ്ടിട്ട് ഒരുപാട് സലഫുകൾ ബോധം കെട്ടുപോയ ചിത്രം കാണാൻ പറ്റും. കൊല്ലന്റെ അരികിലൂടെ അവരിങ്ങനെ പോയിട്ട് കൊല്ലൻ ഇങ്ങനെ ഇരുമ്പ് ചൂടാക്കുമ്പോ തീ കണ്ടിട്ട് അത് കണ്ടിട്ട് ബോധം കെട്ടുപോയ സലഫുകളെ ചിത്രം കാണാം. എന്താ? ആ തീ കണ്ടിട്ടല്ല, എന്താ സംഭവം? നരകത്തെ കുറിച്ച് ഓർമ്മ വരിക. ഇങ്ങനെയാണ് സലഫുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളെ ബന്ധം അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ മതി, എന്താണ് എന്റെ സ്ഥിതി? എന്റെ ഖുർആന്റെ പഠനം എന്താണ്? ഇനി ഈ റമദാൻ കഴിഞ്ഞാൽ എന്താണ് എന്റെ സ്ഥിതി? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ആളുകൾ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. റബ്ബേ, എനിക്ക് ഖുർആൻ ഇറക്കി തന്നത് അല്ലാഹു ചോദിക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആന, എന്താണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അതിന് നമ്മൾ പെടാൻ പാടില്ല, വെറുതെ അങ്ങനെ ഓതി പോകുന്ന ആളാവാൻ പാടില്ല. അല്ലാഹു ചോദിക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്താണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അല്ലാഹു അല്ലാത്ത വേറെ ആരുടെയെങ്കിലും അടുക്കൽ നിറഞ്ഞ ഒന്നായിരുന്നുവെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണായിരുന്നു. പക്ഷെ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ ഇറങ്ങി. അതുകൊണ്ട് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അല്ലാമ സയ്യിദ് റഹ്മഹുല്ലാഹ് സുന്ദരമായി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മോട് അള്ളാഹിന്റെ ഖുർആനെ ചിന്തിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ, ചിന്തിക്കുക അഥവാ അതിന്റെ അർത്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുക, ശ്രദ്ധ ശരിക്കും കൊടുത്ത് കേന്ദ്രീകരിച്ച് ഓരോ വാക്കുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും റബ്ബ് എന്നോട് എന്താണ് എന്ന് പറയുന്നത് ചിന്തിച്ച് വേണം നമ്മൾ പാരായണം ചെയ്യാൻ. അങ്ങനെയായിരിക്കും നമ്മുടെ പാരായണം. വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങൾ അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിന്നിലേക്ക് അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കി. മുബാറകുൻ, അനുഗ്രഹപൂർണമായ ബറക്കത്തുള്ള ഖുർആൻ. എന്തിനാ ഇറക്കി? വെറുതെ ഇങ്ങനെ പാരായണം ചെയ്തു പോകാനാ? അല്ല. ഇപ്പോ ഒരു മുണ്ടക്കയം പോയപ്പോ അവിടുത്തെ ഇമാം, അവന് ഉത്തരേന്ത്യക്കാരൻ, ഹിന്ദിക്കാരനാ. അപ്പൊ അവിടുത്തെ ഒരു ഖുറാഫി ഇങ്ങനെ ഓതുന്നത് കാണിച്ചു. ഖുർആൻ തറാവീഹ് സുബ്ഹാനല്ലാഹ് ചോദിച്ചാ
അങ്ങനെ ഓതി തീർക്കുക. അങ്ങനെ ഒരു ഓത്തുണ്ടോ? ഒരു ചടങ്ങായിട്ട് ആളുകൾക്ക്. ഇത് നമ്മളെ നാട്ടില് കൂലിക്ക് യാസീൻ ഓതുന്ന മാതിരി ഒന്നും മനസ്സിൽ എത്തൂല. അതുകൊണ്ടല്ലേ ശിർക്ക് പോണ്. ആ ഖുർആനില് ശിർക്കിന്റെ ഗൗരവം പറഞ്ഞിട്ട് പിന്നെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഓലെ മനസ്സിന്റെ മയ്യിത്തായ ഹൃദയം, അതുകൊണ്ടാ ഉൾക്കൊല്ലാതെ. കാരണം അല്ലേ ഖുർആനിൽ അള്ളാഹു തൗഹീദും ശിർക്കും പറയുമ്പോൾ അത് ഉൾക്കൊള്ളണ്ടേ? മയ്യിത്തായ കൽബായി പോയി. അതുകൊണ്ട് കായുണ്ടാക്കണം, കാശുണ്ടാക്കാൻ വേണ്ടി കച്ചവടമാണ്, ചാറ കച്ചവടം. അപ്പൊ ഈ നോക്കി ബദരീങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 16 വരാൻ പോവാണ്. അപ്പൊ ഈ ആളുകൾ സാധാരണക്കാരെ കൗമിനെ പറ്റിക്കുക, ബദരീങ്ങളോട് സഹായം തരാം. സുബ്ഹാനല്ലാഹ്, ആ ബദറിന്റെ ചരിത്രം പഠിച്ചൊരു മനുഷ്യന് അങ്ങനെ ചെയ്യോ? ആ ബദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിൽ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകുന്ന ചില പാവപ്പെട്ട ആളുകളുടെ മൂല്യാക്കന്മാരെന്ന് പറഞ്ഞാലും അവര് പിന്നെ പണം ഉണ്ടാക്കാൻ, അവർക്ക് പണം ഉണ്ടാക്കുക. പക്ഷെ ഇതില് പെട്ടുപോയ ഒരുപാട് പാവങ്ങളുണ്ട്. അവരോട് പറയണം, ഈ ബദറിന്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എത്ര പ്രയാസപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ദുആ ചെയ്ത് ഇങ്ങനെ കരയാണ്. കരഞ്ഞിട്ട് അവസാനം തോളുള്ള തട്ടം വീണു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താ അത് എടുത്തു വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ മതി, അല്ലാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തരും, വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും, വിജയം ഉണ്ടാകും എന്ന് സമാധാനിപ്പിക്കുക. ഈ പ്രാർത്ഥന ആരോടാ മുമ്പുണ്ടായി? ഇബ്രാഹിം നബിയോടാ? ഇസ്മായിൽ നബിയെ കാക്കണേ. ഇബ്രാഹിം നബി അല്ലേ എല്ലാ അമ്പിയാക്കന്മാരോട് ഞാൻ വിളിക്കാണ്. എടോ കാണോ മനുഷ്യന്മാരെ പൊട്ടന്മാരൊക്കെ ശരിക്കും. അല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇവരൊക്കെ ഇപ്പൊ ഇവർ ഈ ജാറം നടത്തുന്ന ഔലിയാക്കന്മാരെടുത്ത ജാറത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഔലിയാക്കന്മാരെക്കാളും വലിയ ആൾക്കാരാണല്ലോ ആര്? അമ്പിയാക്കന്മാര്. അപ്പൊ ഒരു മൊല്യാരെടുത്ത് പോയി ചോദിക്കുക, അല്ല മൊല്യാരെ, ഞാനിപ്പോ സി എം മടവൂരിന്റെ ജാറത്ത് പോയി സിയാറത്ത് ചെയ്ത് ഓരോട് ദുആ ചെയ്യുന്നതാണോ നല്ലത്, അല്ല വീട്ടിൽ നിന്ന് ഈസാ നബിയെ കാക്കണോ, ഈസാ നബിയോട് സഹായം തരുന്നതാണോ നല്ലത് ചോദിച്ചാൽ ഓരെന്താ പറയാ? ഉത്തരം ഉണ്ടാവില്ല. ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും ഈസാ നബിയെ കാക്കണമെന്ന് കിട്ടണോ? ബദരീങ്ങളെ കാക്കണേ. ബദരീങ്ങളെക്കാട്ടി എത്രയോ പവറുള്ളതാണ് ഇബ്രാഹിം നബി, അമ്പിയാക്കന്മാർ. പിടിത്തണ്ടോ? ഈ ബാത്തിൽ നിന്നാ പിന്നെ നിലനിൽപ്പില്ല. ഏതെങ്കിലും ഒരു ഖുറാഫി കേട്ടിട്ട് അങ്ങനെ ഇബ്രാഹിം നബിയെ കാക്കണേ, ഈസാ നബിയെ കാക്കണേ കേട്ടണോ? ഇല്ല. പക്ഷെ ബദരീങ്ങളെ കാക്കണേ, മമ്പുറന്തങ്ങളെ കാക്കണേ, എന്താ ഇത് പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഈ ഇബ്രാഹിം നബിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ ഈ കച്ചവടം നടക്കൂല. കായിട്ടുണ്ട് ചാർത്ത്. ഈ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ഇവേ ഈ ബദരീങ്ങളെക്കാളൊക്കെ എത്രയോ മഹത്തുക്കളാണ് അമ്പിയാക്കന്മാര്. സുബ്ഹാനല്ലാഹ്. ഈ എത്ര 25 നബിമാരുണ്ടല്ലോ. ഇദ്രീസ് നബിയെ ഞങ്ങളെ സഹായിക്കണമെന്ന് ആരെങ്കിലും ദുആ ചെയ്ത് കിട്ടണം? നിങ്ങൾ ഇല്ല. നൂഹ് നബിയെ സഹായിക്കണമെന്ന് കിട്ടണോ? ഇല്ല. ഇതന്നെ ബാത്തിലാണ്. പിന്നെ ആയാലും ലെവല് കുറഞ്ഞ ആളുകളുടെ ഒരു പറയുന്ന വാദം എന്താ? മഹാത്മാക്കളാകുമ്പോ കൂടുതൽ ഹൈറ, എങ്കിലും ഓലെക്കാട്ടി ഹൈറായത് വരല്ലേ? ഇബ്രാഹിം നബിയോട് വെച്ചാ പോരെ? അപ്പൊ അതൊക്കെ ബദരീങ്ങള്. അബൂജഹൽ പോലും അള്ളാഹ്, ഞാൻ നേരെ പറയാം, അബൂജഹലിന്റെ പ്രാർത്ഥന, അബൂജഹൽ പോലും അള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്താ? ഈ മുഹമ്മദ് കുടുംബബന്ധം, അള്ളാഹുവേ ഈ മുഹമ്മദ് കുടുംബബന്ധം തകർക്കുന്നവനാണ്, അവൻ ഞങ്ങളിലേക്ക് പരിചയമില്ലാത്ത വാദവുമായി വന്നവനാണ്, അതുകൊണ്ട് അവനെ നശിപ്പിക്കണേന്ന് അള്ളാഹിനോട് അബൂജഹൽ. ഈ കൗം അത്രക്കും നശിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെ എന്താ? ഖുർആൻ പഠിക്കായിട്ടാണ്. ഖുർആൻ തന്നെ ശരിക്കും പഠിച്ച ഒരുപാട് ഖൈർ, ഒരുപാട് ഇൽമ അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആയത്തിന്റെ ബാക്കി ലിയദ്ദബ്ബറു ആയാതി, ഖുർആനെ, വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് കുറ്റാലോചിക്കാൻ, ഗുണപാഠമെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഹിഫ്ള് പഠനവും, ഇപ്പൊ നിങ്ങളെങ്ങനെ ആലോചിച്ച് നോക്കിയാ, ഇപ്പൊ ഒരു ആളില്ലെങ്കിൽ ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ? ഒരു ഇമാം നിൽക്കാൻ ആർക്കും ധൈര്യമല്ല. ഒരു ഇമാം നിന്നാൽ തന്നെ അത് വേക്കിലിക്കൊന്ന് സഹിച്ച് ഓത്ത് കേൾക്കേണ്ടി വരും. ആജാദി ഒത്തയിക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഇവിടെ ഇപ്പൊ എത്ര കാലം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാം, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ തുടങ്ങിയില്ല, അൽഹംദുലില്ലാഹ്. ഒരാളെ ഏതെങ്കിലും ഒരു ജമാഅത്തിന് വക്തിന് ഒരാളെ കിട്ടിയില്ലെങ്കിലേ ഒന്ന് ഇമാമുക്കാൻ പറഞ്ഞ ആരൊക്കെ ഇമാമുക്കളുണ്ട്? അത് ആലോചിച്ച് നോക്കിയാൽ മതി. മടിയാണ് ആളുകൾ. ചെറിയ ദുആ മുതൽ താഴോട്ടുണ്ട് ധൈര്യമായിട്ടുണ്ടായി ഇമാമുക്ക. ആരും ഇല്ലെങ്കിൽ കാലോ. പക്ഷെ അതിന് പോലും ആളെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ പഠിച്ചാൽ മതി. വിശുദ്ധ ഖുർആൻ നമുക്ക് തന്നെ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹിഫ്ളാക്കി ആയുസ് ഇങ്ങനെ പോവല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര എന്റെ വയസ്സ് 40 ഒക്കെ ആയി, 35 ആയി, ഇന്ന് വരെ എനിക്ക് എത്ര ഹിഫ്ളുണ്ട്? ഒരാഴ്ചയിൽ ഒരായത്തെങ്ങനെ ഹിഫ്ളാക്കാൻ ഒരു ദിവസം ഒന്നും വേണ്ട. ആഴ്ചയിൽ നിങ്ങൾ ഒരായത്തെങ്ങനെ ഹിഫ്ളാക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര പഠിക്കുകയായിരുന്നു?
നമ്മൾ ആലോചിക്കേണ്ട ഇതൊക്കെ നമ്മളെ പോരായ്മ മനസ്സിലാക്കണം. പോരായ്മ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പോരായ്മകൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഖൈറിലേക്ക് മുന്നേറാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.